ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് DCMTയിൽ ട്രാൻസ്ഫോമറിൽ വരുന്ന എസ് എ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാനൊരു ഡെറിവേഷൻ പറയുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യാം, കുറച്ച് ഇക്വേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ന്യൂമറിക്കൽസ് എടുക്കാം. ഈ ന്യൂമറിക്കൽസ് ആണ് നിങ്ങൾക്ക് എസ്സേയിൽ ചോദിക്കുന്നത്. ഇത് 2 വീഡിയോ ആയിട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ, കാരണം അത്യാവശ്യം കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്യണം. ഓൾറെഡി ഞാൻ ഓൾ ഡേ എഫിഷ്യൻസിയുടെ ന്യൂമറിക്കൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൊഡ്യൂൾ 5-ലാന്ന് തോന്നുന്നു. ഓൾ ഡേ എഫിഷ്യൻസി, ഓട്ടോ ട്രാൻസ്ഫോമർ ഒക്കെ വരുന്ന അവിടുത്തെ എസ്സേ ആണ് ഇത്. 4th മൊഡ്യൂളിൽ ട്രാൻസ്ഫോമറിൽ വരുന്നതാണ്. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്, ഔട്ട്പുട്ട് KVA കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി ഈറ്റ എഫിഷ്യൻസി ഈറ്റ ആണ് എഴുതിയിട്ടുള്ളത്. സോ എന്താണ് മാക്സിമം എഫിഷ്യൻസി, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ പിൻ ചെയ്ത് കൊടുക്കാം. ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഒക്കേഴ്സ് ഇൻ ട്രാൻസ്ഫോമർ, ജനറേറ്റർ, മോട്ടോർ. മൂന്നിലും കണ്ടീഷൻ സെയിം ആണ് വരുന്നത്. നമ്മൾ പറയുന്ന കണ്ടീഷൻ ആണ് സെയിം ആയിട്ട് വരുന്നത്. ഇക്വേഷൻ ചേഞ്ച് വരാറുണ്ട്, ലോസുകൾ ഡിഫറെന്റ് ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ആ ചേഞ്ച് വരുന്നത്. സോ ബേസിക്കലി ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ്. ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ഫോമർ പറയുമ്പോൾ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു കോർ ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് പറയാം. അയൺ ലോസ് ആണ് നമ്മുടെ കോർ ലോസ് എന്ന് പറയുന്നത്. ഐദർ ഇൻ ദ കേസ് ഓഫ് DC മെഷീൻസ് ആണെങ്കിൽ നമുക്ക് പറയാം കോൺസ്റ്റന്റ് ലോസ് ഇസ് ഈക്വൽ ടു വേരിയബിൾ ലോസ് എന്ന് പറയാം, കാരണം അവിടെ മെക്കാനിക്കൽ ലോസ്, ഫ്രിക്ഷൻ ലോസ്, പിന്നെ കറണ്ടിനെ ബേസ് ചെയ്ത് വരുന്ന കോപ്പർ ലോസ്, ഇങ്ങനെ കുറെ ലോസുകൾ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ കോൺസ്റ്റന്റ് ലോസ് ഇസ് ഈക്വൽ ടു വേരിയബിൾ ലോസ് എന്ന് പറയാ. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു അയൺ ലോസ് എന്ന് മാത്രമാണ് പറയുന്നത്. സോ വാട്ട് ഈസ് കോപ്പർ ലോസ് റെപ്രസെന്റഡ് ആസ് PC ആൻഡ് അയൺ ലോസ് ഇസ് PI. ഓക്കെ, കോപ്പർ ലോസ് PC-യും അയൺ ലോസ് PI. അയൺ ആയതുകൊണ്ട് PI എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ആണ് ഇത്. ഓക്കെ, ഔട്ട്പുട്ട് KVA കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു എക്സ് ഫാക്ടർ പറയും. ബിക്കോസ് എന്തിനാണ് എക്സ് ഫാക്ടർ പറയുന്നതെന്ന് വെച്ചാൽ, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളോട് പറയുന്നത് ഫുൾ ലോഡിൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറയില്ല. ന്യൂമറിക്കൽ വരുന്നത് ഇൻ കേസ് സജസ് എന്താണ്, ഫൈൻഡ് ദ എഫിഷ്യൻസി കറസ്പോണ്ടിങ് ടു 25% ഓഫ് ദ ഫുൾ ലോഡ്, അല്ലെങ്കിൽ 40% ഓഫ് ദ ഫുൾ ലോഡ്, ഓർ 75% ഓഫ് ദ ഫുൾ ലോഡ്, ചിലപ്പോൾ 1/3, അത് 40% ഓഫ് ദ ഫുൾ ലോഡ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് പറയുന്നത്. സോ ഈ പറയുന്ന ഈ 1/3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 40% ഓർ 25% എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ് ഫ്രാക്ഷൻ. ഈ എക്സ്ഫ്രാക്ഷനും നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് എന്തിൽ തന്നെയാണ്, പെർസെൻറ്റേജ് ഓഫ് ദി ഫുൾ ലോഡ് തന്നെയാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എഫിഷ്യൻസി, മാക്സിമം എഫിഷ്യൻസി ഫുൾ ലോഡിലെ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു അയൺ ലോസ് എന്ന് ഒക്കർ ചെയ്യുന്ന കണ്ടീഷനിൽ തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത് എക്സ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്രാക്ഷൻ ഓഫ് ദി ഫുൾ ലോഡ് ഔട്ട്പുട്ട് വെൻ ദ മാക്സിമം എഫിഷ്യൻസി ഒക്കേഴ്സ്. മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുമ്പോൾ ഫുൾ ലോഡിന്റെ ഒരു ഫ്രാക്ഷനെയാണ് നമ്മൾ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇത് എഴുതിയിടാം. എക്സ് എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഓഫ് ഫുൾ ലോഡ് KVA at which the maximum efficiency occurs. മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുമ്പോഴുള്ള എക്സ് ഫ്രാക്ഷൻ. ഇനി നമ്മുടെ എങ്ങനെയാണ് ഇങ്ങനെ മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യണം, മാക്സിമം എഫിഷ്യൻസി നമുക്ക് കിട്ടണം, ആ സമയത്ത് ഔട്ട്പുട്ട് KVA ആണിത്, അല്ലാണ്ട് നോർമൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് എക്സ് ഫ്രാക്ഷൻ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ്, അല്ലെങ്കിൽ എഫിഷ്യൻസി എത്രയാണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. സോ ടോട്ടൽ കോപ്പർ ലോസ്, ഈ ഒരു കേസിൽ നമ്മുടെ ടോട്ടൽ കോപ്പർ ലോസ്, അതായത് മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്ത് കഴിയുമ്പോൾ കോപ്പർ ലോസ് എന്ന് പറയുന്നത് X² PC ആവും. പറയുന്ന ഫ്രാക്ഷന്റെ സ്ക്വയർ ഇൻറ്റു നോർമൽ മെഷീനിൽ ഒക്കർ ചെയ്യുന്ന കോപ്പർ ലോസ് ആണ്. സോ ഇനി കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഈസ്, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഈസ് എന്താണ്, കോർ ലോസ് ഇസ് ഈക്വൽ ടു കോപ്പർ ലോസ്, അല്ലേ? കോർ ലോസ് ഇസ് ഈക്വൽ ടു കോപ്പർ ലോസ്. വാട്ട് ഇസ് കോർ ലോസ്? അയൺ ലോസ്. അതെന്താണ്? PI ആണ്. കോപ്പർ ലോസ് മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടീഷനിൽ X² PC ആണ്. ദാറ്റ് ഈസ് X² ഇസ് ഈക്വൽ ടു PI ഡിവൈഡഡ് ബൈ PC എന്ന് നമുക്ക് കിട്ടും, വിച്ച് ഇസ് എക്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് PI ബൈ PC. വി ക്യാൻ റിട്ടൺ ഇറ്റ് ആസ് സ്ക്വയർ അയൺ ലോസ് ബൈ ഫുൾ ലോഡ് കോപ്പർ ലോസ്. കിട്ടിയല്ലോ, എക്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് പറയാം,
ഔട്ട്പുട്ട് KVA കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതാം. ഞാൻ എഴുതിയിടാം, നിങ്ങൾ എഴുതിയെടുത്തോ. കണ്ടോ മിസ് എഴുതി, ഔട്ട്പുട്ട് KVA കറസ്പോണ്ട്സ് ടു മാക്സിമം എഫിഷ്യൻസി എക്സ് ഇൻറ്റു ഫുൾ ലോഡ് KVA. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഫുൾ ലോഡ് KVA എത്രയാണോ ഇൻറ്റു എക്സ് ചെയ്താൽ മതി. ആ എക്സ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് അയൺ ലോസ് ബൈ ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ് എന്താ പഠിപ്പിക്കുന്നത്, ഇങ്ങനെ കോളേജിൽ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങളുടെ മിസ് ഇങ്ങനെ പഠിപ്പിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സർ ഇങ്ങനെ പഠിപ്പിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. ന്യൂമറിക്കിൽ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞത്. ഓക്കെ, ന്യൂമറിക്കൽ ചെയ്യാം. നോക്കിക്കോ, ഞാൻ ഇവിടെ ക്വസ്റ്റൻ എഴുതിയിട്ടുണ്ട്. ദ എഫിഷ്യൻസി ഓഫ് എ 400 kVA സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ 98.77% വെൻ ഡെലിവറിംഗ് ഫുൾ ലോഡ് അറ്റ് 0.8 പവർ ഫാക്ടർ ലാഗിങ് എന്ന് പറഞ്ഞാൽ ആദ്യം വായിക്കട്ടെ. ആൻഡ് 99.13% at a half full load at the unity power factor. കാൽക്കുലേറ്റ് അയൺ ലോസ് ആൻഡ് ഫുൾ ലോഡ് കോപ്പർ ലോസ്. ഈ ക്വസ്റ്റ്യന്റെ മീനിങ് എത്ര പേർക്ക് മനസ്സിലായി? ഇവിടെ പറയുന്ന എന്താ വെച്ചാല് ഒരു 400 kVA സിംഗിൾ, ഇത് 15 TRFR സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ട് ഷോർട്ടാക്കി. ഓക്കെ, അപ്പൊ ഒരു 400 kVA സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന് 98.77% എഫിഷ്യൻസി ഉണ്ട് വെൻ ഡെലിവറിംഗ് ഫുൾ ലോഡ് അറ്റ് 0.8 പവർ ഫാക്ടർ ലാഗിങ്. ഈ യൂണിറ്റ് ഈ പവർ ഫാക്ടറിൽ, ഈ ലാഗിങ് പവർ ഫാക്ടറിൽ 98.77% എഫിഷ്യൻസി കിട്ടും ഒരു 400 kVA ട്രാൻസ്ഫോമറിനെന്നാണ് അതിന്റെ മീനിങ്. ആൻഡ് 99.13% at ഹാഫ് ഫുൾ ലോഡ് അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ. യൂണിറ്റി പവർ ഫാക്ടറിൽ ഹാഫ് ദി ഫുൾ ലോഡ് 400 kVA ആണ്. ഇതിന്റെ ഹാഫില്, ഇതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എക്സ് ഫാക്ടർ എത്രയാ? ഹാഫ് 1/2 ആ. അതായത് 200 kVA റേറ്റിംഗ് ആണ് ഈ പറയുന്നത്. 200 kVA ട്രാൻസ്ഫോമറിന് 99.13% എഫിഷ്യൻസി കിട്ടും അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ അയൺ ലോസും ഫുൾ ലോഡ് കോപ്പർ ലോസും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആണല്ലോ. ഇനി നിങ്ങൾ ഗിവൺ ഡേറ്റ ആയിട്ട് എടുത്ത് എഴുതണേ. ഇനി ഇവിടുത്തെ ഫുൾ ലോഡ് എത്രയാ? ഫുൾ ലോഡ് പവർ 400 kVA ആണല്ലോ. ടോട്ടൽ പവർ റേറ്റിംഗ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? VI cos phi എന്നല്ലേ? VI cos phi എന്നല്ലേ? VI എന്ന് പറയുന്നതാണ് കയ്യിൽ കിടക്കുന്നത്. അതെത്രയാ? 400 ആ. ഇൻറ്റു cos phi എത്രയാ? പവർ ഫാക്ടർ എത്രയാ? 0.8 ആ. ഇതാണ് നമ്മുടെ ഫുൾ ലോഡ് പവർ. ഈ പവർ ഫാക്ടർ ഇൻറ്റു VI ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫുൾ ലോഡ് ഔട്ട്പുട്ട് പവർ 400 ഇൻറ്റു 0.8, 320 കിലോവാട്ട് ഫുൾ ലോഡ് ഔട്ട്പുട്ട് പവർ. ഫുൾ ലോഡ് ഔട്ട്പുട്ട് പവർ കിട്ടി. ആൻഡ് ദ ഗിവൺ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 98.77% ഉണ്ട്. നമുക്കറിയാം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പൊ ഈ എഫിഷ്യൻസി ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? ഇൻപുട്ട് കണ്ടുപിടിക്കാം. സോ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്ന് ഇക്വേഷൻ എഴുതാം. ഔട്ട്പുട്ട് എത്രയാ? 320 ഡിവൈഡ് ബൈ ഇൻപുട്ട് പെർസെന്റേജ് മാറ്റണം, 0.9877 ആക്കണം. ഓക്കെ, 323.98. അപ്പൊ 324 എന്ന് എടുത്തോ. ഞാൻ 324 എന്ന് എടുക്കുക. 324 kW നമ്മുടെ എന്ത് കിട്ടി? ഇൻപുട്ട്. അപ്പൊ ടോട്ടൽ പവർ, ഔട്ട്പുട്ട് പവറും കിട്ടി, ഇൻപുട്ട് പവറും കിട്ടി. ഇൻപുട്ട് മൈനസ് ലോസ് അല്ലേ ഔട്ട്പുട്ട്? ഇക്വേഷൻ ഇങ്ങനെയല്ലേ വരുന്നത്? ഇൻപുട്ട് കൊടുക്കുന്നു, മെഷീൻ റൺ ചെയ്യുമ്പോൾ ലോസ് പോകുന്നു, അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്, എനിക്ക് ലോസ് കണ്ടുപിടിക്കാലോ. അപ്പൊ ഇക്വേഷൻ ടെൻസ് ടു ലോസ് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്. kW.
ഇപ്പൊ നിങ്ങൾ പറയും മിസ്സേ ഔട്ട്പുട്ട് 320 ആണ്, ഇൻപുട്ട് ആണ് 324 ഇവിടെ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് ഇല്ല, ഡിഫറൻസ് വാല്യൂ മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഞാനത് പോസിറ്റീവായിട്ട് കിട്ടാൻ വേണ്ടി 324 മൈനസ് 320 ചെയ്തു എന്നേ ഉള്ളൂ. ഏതാണോ ഹയസ്റ്റ് വാല്യൂ അതിൽ നിന്ന് ചെറിയ വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ മൈനസ് ചെയ്തിട്ട് ഡിഫറൻസ് 4kW. ഇപ്പൊ നമുക്ക് 4kW കിട്ടി. ഇപ്പൊ എന്ത് കിട്ടി? ടോട്ടൽ ലോസ് കിട്ടി. ടോട്ടൽ ലോസ് കിട്ടി. ഈ ടോട്ടൽ ലോസ് എന്താണ്? PI പ്ലസ് PC ആണ്. അയൺ ലോസ് പ്ലസ് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് നമ്മുടെ ഈ 4kW എന്നുള്ളത് അല്ലെ. അയൺ ലോസ് പ്ലസ് ഫുൾ ലോഡ് കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു 4kW. ഫസ്റ്റ് സെക്ഷന്റെ അത്രയും വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫുൾ ലോഡിന്റെ ആദ്യത്തെ സെക്ഷൻ ആണ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ്? ഹാഫ് ദി ഫുൾ ലോഡ്. നെക്സ്റ്റ് ഹാഫ് ദി ഫുൾ ലോഡ്. ഹാഫ് ദി ഫുൾ ലോഡ് ചെയ്തു തുടങ്ങുമ്പോൾ എഗെയിൻ ഫുൾ ലോഡ് പവർ എത്രയാ? 400 kVA. ഹാഫ് ദി ഫുൾ ലോഡ് ആവുമ്പോ എത്രയാ? 1/2 ഇൻറ്റു 400. ഇവിടെ എഴുതാം. പവർ ഫാക്ടറും ഇപ്പൊ കിട്ടിയിട്ടുള്ള പവറും കൂടെ മൾട്ടിപ്ലൈ ആണ്. പവർ ഫാക്ടർ എത്രയാ? യൂണിറ്റി പവർ ഫാക്ടർ 1 ആ. സോ 200 kVA തന്നെയാണ്. ഇപ്പൊ എഴുതിക്കോ. ഫുൾ ലോഡ് ഔട്ട്പുട്ട് പവർ. ഫുൾ ലോഡ് ഔട്ട്പുട്ട് പവർ എത്രയാ? ഹാഫ് ദ ഫുൾ ലോഡ് ആണ്. ഹാഫ് ദി ഫുൾ ലോഡ്. ഹാഫ് ദി അല്ലെങ്കിൽ എക്സ് ദി ഫുൾ ലോഡ് എന്ന് എഴുതിയാലും മതി. എക്സ് 1/2 ആണല്ലോ. VI into cos phi. That is 200 into 1. That is 200 kW. എന്ത് കിട്ടി? ഹാഫ് ദി ഫുൾ ലോഡിന്റെ ഔട്ട്പുട്ട് പവർ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഇൻപുട്ട് പവർ വേണം. സെയിം സ്റ്റെപ്പ് എഴുതിക്കോ. നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് പവർ കണ്ടുപിടിച്ചിട്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ എഫിഷ്യൻസി ആണ്. ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ, അപ്പൊ ഇൻപുട്ട് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ എഫിഷ്യൻസി. ഇവിടുത്തെ എഫിഷ്യൻസി എത്ര? ഔട്ട്പുട്ട് എത്ര? ഔട്ട്പുട്ട് 200. എഫിഷ്യൻസി എത്രയാ? 99.13 ആയിരുന്നു. അപ്പൊ ഫുൾ ലോഡ് ഇൻപുട്ട് പവർ, ഫുൾ ലോഡ് ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു 0. ഇത് 0.9913 എന്ന് പറഞ്ഞാൽ ഞാൻ പെർസെൻറ്റേജ് തന്നെ എഴുതിട്ടത് 201.75. 201.75 kW. ഇത് നമുക്ക് 201.8 kW എന്ന് എഴുതാം. ഇപ്പൊ എന്ത് കിട്ടി? ഫുൾ ലോഡ് ഇൻപുട്ട് പവർ വരെ കിട്ടി. ഇനി ലോസ് എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടും കൂടി തമ്മിൽ ഡിഫറൻസ് എടുത്താല് അവിടത്തെ ലോസ് കിട്ടും അല്ലേ. അപ്പോൾ ലോസ് ഇസ് ഈക്വൽ ടു അത് 201.8 മൈനസ് 200 ദാറ്റ് ഈസ് 1.8 kW എന്ന് കിട്ടി ആണല്ലോ. ടോട്ടൽ ലോസ് 1.8 kW എന്ന് കിട്ടി. ഇനി നിങ്ങൾ തിങ്ക് ചെയ്യണം, നമുക്ക് ഫ്രാക്ഷൻ ഉണ്ടായിരുന്നത് ഹാഫ് ദി ഫുൾ ലോഡ് ആണ്. അതായത് എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ഹാഫ് ദ ഫുൾ ലോഡ്. നേരത്തെ ഞാൻ തൊട്ട് മുന്നേ കണ്ടീഷൻ ഏരിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് ദ ഫുൾ ലോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പർ ലോസ് എന്ന് പറയുന്നത് x² PC ആവുമെന്ന് ഓർമ്മയുണ്ടാവും. മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കെവിയുടെ അല്ലെങ്കിൽ ഫുൾ ലോഡിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ പറഞ്ഞാൽ പോർഷൻ പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കോപ്പർ ലോസ് ചേഞ്ചസ് ടു x² PC and the PI remains the same. PI ആയിട്ട് തന്നെ നിൽക്കും. അതായത് PI എന്ന് പറയുന്ന അയൺ ലോസ് ആയിട്ട് തന്നെ നിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? കോപ്പർ ലോസ് PC എന്ന് പറയുന്നത് x² PC കിട്ടും. ആസ് എന്തുകൊണ്ട്? എഫിഷ്യൻസി കാൽക്കുലേറ്റഡ് എക്സ് ഫ്രാക്ഷന്റെ മാക്സിമം എഫിഷ്യൻസി ആണ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ കണ്ടീഷൻ മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുമ്പോഴുള്ള എക്സ് ഫ്രാക്ഷന്റെ ലോഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്ന എക്സ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. സോ നമ്മുടെ കോപ്പർ ലോസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? 1/2. അപ്പൊ കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്താണ്? 1/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു PC എന്നാണ് കിട്ടുന്നത് അല്ലേ. 1/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു PC എന്നാണ് നമുക്ക് കിട്ടുന്നത്. 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 0.25 അല്ലേ. സ്ക്വയർ പ്ലസ് PC. ഇവിടെ PC മതിട്ടാ, സോറി
ഇത് പി ഐ പ്ലസ് പി സി ആണ്, അവിടെ എക്സ് സ്ക്വയർ വേണ്ട, ഫുൾ ലോഡാ ചെയ്തത് ഞാൻ, മൈ മിസ്റ്റേക്ക്, അത് പി സി. ആൻഡ് ഇവിടെ ഹാഫ് ദ ഫുൾ ലോഡ് പറയുമ്പോൾ എക്സ് സ്ക്വയർ പി സി. അപ്പൊ നമ്മുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ലോസ് ഈക്വൽ ടു പി ഐ പ്ലസ് എക്സ് സ്ക്വയർഡ് പി സി ഈസ് ഈക്വൽ ടു is equal to 1.8. അപ്പോൾ പി ഐ പ്ലസ് 0.25 പി സി ഈസ് ഈക്വൽ ടു 1.8. ഇവിടെ ഓൾറെഡി നമുക്കൊരു ഇക്വേഷൻ 1 ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഇക്വേഷൻ 2 ഉണ്ടല്ലോ. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി ഐയും പി സിയും കിട്ടും. ഓക്കെ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂ ചെയ്ത രണ്ട് ഇക്വേഷൻ സൊല്യൂഷൻ കാൽക്കുലേറ്ററിൽ തന്നെ ഡയറക്റ്റ് നമ്മൾ 991 MS അല്ലെങ്കിൽ 991 ES അല്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും, എനിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്, കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. സോ സോൾവ് ചെയ്താൽ മതി, കാൽക്കുലേറ്റർ എടുത്തിട്ട് ഞാൻ ആൻസർ ചെയ്താം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ മീൻസ് എന്തിനാണ് എക്സ്ഫ്രാക്ഷൻ മാക്സിമം എഫിഷ്യൻസി ഒക്കെ ചെയ്യുമ്പോൾ എക്സ്ഫ്രാക്ഷൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? എക്സ്ഫ്രാക്ഷൻ മാക്സിമം എഫിഷ്യൻസി ആയതുകൊണ്ട് എക്സിന്റെ സ്ക്വയർ എടുക്കേണ്ടി വരും. ഇവിടെ കോപ്പർ ലോസിൽ മാത്രം, കോർ ലോസിൽ അത് വേണ്ട, എൽ ലോസ് കോൺസ് ലോസ് ആണ്, അതുകൊണ്ട് അത് വേണ്ട. ആൻഡ് ഫുൾ ലോഡ് ചെയ്യുമ്പോൾ വേണ്ട, ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ മാത്രം മതി. ഇവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, ഞാൻ എക്സ് സ്ക്വയർ പി സി എഴുതിയത്. ആൻസർ കറക്റ്റ് ആണ്, എഴുതിയ മിസ്റ്റേക്ക് ആയിപ്പോയി. എക്സ് സ്ക്വയർ പി സി എന്നായി, എക്സ് സ്ക്വയർ വേണ്ട, ഫുൾ ലോഡിൽ പി സി മാത്രം മതി. ഫുൾ ലോഡിൽ അയൺ ലോസ് പ്ലസ് കോപ്പർ ലോസ്, അപ്പൊ പി ഐ പ്ലസ് പി സി ഇത്രയും കിട്ടി. എക്സ്ഫ്രാക്ഷൻ ഹാഫ് ടു ഫുൾ ലോഡ് വന്നപ്പോൾ നമ്മുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്ന പി ഐ പ്ലസ് എക്സ് സ്ക്വയർ പി സി വേണം. അവിടെയാണ് എക്സ് സ്ക്വയർ പി സി വരും. അത് ഞാൻ റൈറ്റ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാവേ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. A 400 kilovolt ampere kVA transformer has an iron loss of 2 kW and the maximum efficiency at a 0.8 power factor occurs when the load is 240 kW. Calculate maximum efficiency at a unity power factor. Second, efficiency on the full load at a 0.71 power factor lagging. ഈ ക്വസ്റ്റ്യന്റെ മീനിങ് നിങ്ങൾ നല്ലോ മനസ്സിലാക്കിയാൽ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 400 kVA ട്രാൻസ്ഫോമർ ആണ്, അതാണ് എ 400 kVA ട്രാൻസ്ഫോമർ ഹാസ് ആൻ അയൺ ലോസ് ഓഫ് 2 kW. അതിന്റെ അയൺ ലോസ് KW തന്നിട്ടുണ്ട്, അയൺ ലോസ് 2 kW ആണ്. ആൻഡ് ദ മാക്സിമം എഫിഷ്യൻസി അറ്റ് 0.8 പവർ ഫാക്ടർ ഒക്കേഴ്സ്. 0.8 പവർ ഫാക്ടറിൽ മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യും when the load is 240 kW. ലോഡ് 240 kW ആവുമ്പോൾ 0.8 പവർ ഫാക്ടറിൽ മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യും. അന്നേരം അതിന്റെ അയൺ ലോസ് 2 kW ആണ്. മനസ്സിലായോ? അയൺ ലോസ് 2 kW, ലോഡ് 240 kW, മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുന്ന സമയത്ത് 0.8 പവർ ഫാക്ടർ ഉണ്ട്. പക്ഷെ ട്രാൻസ്ഫോമറിന്റെ ടോട്ടൽ റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ 400 kVA. അപ്പൊ ഇപ്പൊ നമുക്കിവിടെ നമ്മുടെ ഈ വെൻ ദ ലോഡ് 240 kW എന്ന് മീൻ ചെയ്യുന്ന ഔട്ട്പുട്ട് ആണല്ലോ. അപ്പൊ നമുക്കത് 240 kW തന്നിട്ടുണ്ടെങ്കിൽ ആ 240 kW ഇട്ടിട്ട് നമ്മളെല്ലാം KVA ലാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാനുള്ള എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ചെയ്യുന്നത്. KVA റേറ്റിംഗ് ആണ് കണ്ടുപിടിക്കാൻ. KVA റേറ്റിംഗ് ഫോർ 240 kW. 240 kWയുടെ KVA റേറ്റിംഗ് എങ്ങനെ ചെയ്യും? KVA ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ആക്കി എഴുതിക്കോ, KW ഡിവൈഡഡ് ബൈ പവർ ഫാക്ടർ. KVA ചെയ്യാൻ വേണ്ടി KW ഡിവൈഡ് ബൈ പവർ ഫാക്ടർ ചെയ്താൽ മതി. KVA 240, പവർ ഫാക്ടർ 0.8, എത്ര കിട്ടും? 300 kVA എന്ന് എനിക്ക് കിട്ടി. ഇനി മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? അയൺ ലോസ് ഇസ് ഈക്വൽ ടു കോപ്പർ ലോസ്. ഇതിൽ ക്ലിയർ ആണ് കോപ്പർ ലോസ് എത്രയായിരിക്കും എന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? ഫുൾ ലോഡ് അല്ലേ പറയുന്നത്. ഫുൾ ലോഡ് അയൺ ലോസ് എത്രയാ? 2 kW. അപ്പൊ നമ്മുടെ കോപ്പർ ലോസ് എന്ത് തന്നെയാണ്? 2 kW തന്നെയാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ 300 kVAയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാക്സിമം എഫിഷ്യൻസി അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ. യൂണിറ്റി പവർ ഫാക്ടറിലുള്ള എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ടും അറിയില്ല, ഇൻപുട്ടും അറിയില്ല. അപ്പൊ ഔട്ട്പുട്ടിലേക്ക് നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്നത് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? KVA ഇൻറ്റു പവർ ഫാക്ടർ ചെയ്താൽ മതിയല്ലോ. VI cos phi ഇത് റെപ്രസെന്റ് ചെയ്യുന്ന, ഐ മീൻ VI ഇൻറ്റു cos phi ഇസ്
പവർ അല്ലേ? പവറിന്റെ ഇക്വേഷൻ വി ഐ ഇൻറ്റു കോസ് ഫൈ. വി ഐ എന്ന് പറയുന്നത് വോൾട്ടേജ് കിലോ വോൾട്ട്, ഐ ആംപിയർ. സോ 300 ഇൻറ്റു എത്ര പവർ ഫാക്ടറാ പറഞ്ഞ? യൂണിറ്റി പവർ ഫാക്ടർ. സോ ഔട്ട്പുട്ട് 300 kW നമുക്കിപ്പോ ഈ മെഷീന്റെ 300 kW നമുക്ക് കിട്ടി. ഇനി എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇൻറ്റു 100. ഔട്ട്പുട്ട് എത്ര? 300. ഇൻപുട്ട് എത്രയാ? ഔട്ട്പുട്ട് പ്ലസ് ലോസ് അല്ലേ ഇൻപുട്ട്? പ്ലസ് ലോസ് ഇൻപുട്ട് അറിയില്ലല്ലോ. ഔട്ട്പുട്ട് പ്ലസ് ലോസ് എത്രയാ? അയൺ ലോസ് 2 kW, കോപ്പർ ലോസും 2 kW, ബിക്കോസ് മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യും. അതുകൊണ്ട് അയൺ ലോസ് ഇസ് ഈക്വൽ ടു കോപ്പർ ലോസ്. 2 kW അയൺ ലോസ് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് കോപ്പർ ലോസ്. സോ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 300 ഡിവൈഡഡ് ബൈ 300 പ്ലസ് 4 kW. എങ്ങനെയാ? 2 kW പ്ലസ് 2 kW. ടോട്ടൽ ലോസ് അല്ലേ പറയണ്ട? ഞാൻ വേണമെങ്കിൽ ടോട്ടൽ ലോസ് ആക്കി എഴുതാം. ഇനി 300 ഡിവൈഡ് ബൈ 300 പ്ലസ് 4, 300 ഡിവൈഡഡ് ബൈ 304. 98.6% മാക്സിമം എഫിഷ്യൻസി യൂണിറ്റി പവർ ഫാക്ടറിൽ നമുക്ക് കിട്ടും. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ചെയ്യാം. എഴുതിയെടുക്കട്ടാ. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ട്വിസ്റ്റ് എന്താ വെച്ചാല് എഫിഷ്യൻസി ഓൺ ദ ഫുൾ ലോഡ് അറ്റ് 0.71 പവർ ഫാക്ടർ ലാഗിംഗ് എന്നാ പറഞ്ഞേ. ഫുൾ ലോഡിലെയാ കാണാനുള്ള. ഈ ട്രാൻസ്ഫോമറിന്റെ ഫുൾ ലോഡ് 400 kVA ആണ് ഫുൾ ലോഡ്. നമുക്ക് കിട്ടിയ മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുന്ന ലോഡ് എത്രയാ? 240/0.8 300 kVA. മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുന്നത് 300 kVA. മെഷീന്റെ ഫുൾ ലോഡ് ടോട്ടൽ ലോഡ് 400 kVA. അപ്പൊ ഒരു ഫ്രാക്ഷൻ വന്നില്ലേ? കാരണം രണ്ടും ഈക്വൽ അല്ലല്ലോ. അപ്പൊ ഒരു ഫ്രാക്ഷൻ വന്നല്ലോ. അങ്ങനെ ഫ്രാക്ഷൻ വരുമ്പോ എന്തിൽ ചേഞ്ച് വരും? കോപ്പർ ലോസ് ചേഞ്ച് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫുൾ ലോഡ് കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു x² PC. PC ഓൾറെഡി നോർമൽ മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്തപ്പോ PC എന്ന് പറയുന്ന 2 kW എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ എക്സ്ഫ്രാക്ഷൻ നമുക്ക് അറിയില്ല. ആ എക്സ്ഫ്രാക്ഷൻ എങ്ങനെ ചെയ്താൽ മതി? x ഇസ് ഈക്വൽ ടു ടോട്ടൽ എത്ര? 400. മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്തത് 300. അപ്പൊ 4/3 1.33 ആണ് നമ്മുടെ എക്സ്. സോ ഞാൻ എന്ത് എഴുതുന്നു? ഫുൾ ലോഡ് കോപ്പർ ലോസ്, ഫുൾ ലോഡ് CU ലോസ് ഇസ് ഈക്വൽ ടു 400 divided by 300 the whole square into PC, which is 400 by 300 the whole square into 2 kW അല്ലേ PC കിട്ടിയത്? 3.55 kW. എന്ത് കിട്ടി? ഫുൾ ലോഡ് കോപ്പർ ലോസ്. ഫുൾ ലോഡിലെ കോപ്പർ ലോസ് 3.55. എന്തിനാ ചെയ്തേ മനസ്സിലായില്ലേ? നമ്മൾ ഈ പറഞ്ഞത് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഡ് 240 kW ആയി. അപ്പൊ ലോഡ് 240 kW ആകുമ്പോൾ നമ്മുടെ KVA റേറ്റിംഗ് അറിയില്ല. ആ KVA റേറ്റിംഗ് ആണ് 240/0.8 എടുത്തപ്പോ നമുക്ക് ഈ 240 കിട്ടുന്നത് അല്ലെങ്കിൽ 240 ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് വന്നത് 300 kVA കാര്യമായിരുന്നു. അപ്പൊ ഈ 300 kVA മാക്സിമം എഫിഷ്യൻസി സംഭവിച്ചതും അത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ഇവിടുത്തെ എഫിഷ്യൻസി ആ പറഞ്ഞ കണ്ടീഷനിലിട്ട് യൂണിറ്റി പവർ ഫാക്ടറിലെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഫുൾ ലോഡിൽ 0.71 പവർ ഫാക്ടർ ലാഗിങ്ങിന്റെ എഫിഷ്യൻസി കാണാനാ പറഞ്ഞത്. ഫുൾ ലോഡ് എന്ന് പറയുന്നത് മെഷീൻ ലോഡഡ് അറ്റ് 400 kVA ആണ്, നോട്ട് 300 kVA. അറ്റ് ദ 300 kVA മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്തതായിരുന്നു. അത് ഫുൾ ലോഡ് അല്ലായിരുന്നു. ഫുൾ ലോഡ് 400 ആണ്. സോ അങ്ങനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് വരുമ്പോൾ ഫുൾ ലോഡും എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്ത വേറൊരു റേഷ്യോയിലും ആകുമ്പോൾ നമുക്ക് കോപ്പർ ലോസിൽ ചേഞ്ച് വരും. അത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലോസ് ആയതുകൊണ്ടാണ് കോപ്പർ ലോസ് അല്ലെ. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ കറണ്ട് ആൻഡ് അയൺ ലോസ് ഡിപ്പെൻഡ്സ് ഓൺ വോൾട്ടേജ്. അതുകൊണ്ടാണ് അയൺ ലോസിന് വലിയ വേരിയേഷൻ ഒന്നും വരില്ല, കോൺസ്റ്റന്റ് ലോസ് എന്ന് പറയും. പക്ഷെ കോപ്പർ ലോസ് വേരി ചെയ്തുകൊണ്ടിരിക്കും ലോഡ് ചേഞ്ച് ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട്. സോ നമ്മുടെ 400/300 ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യോ എത്രയാണെന്ന് കിട്ടും. അത് x² PC ഇട്ടിട്ട് നമ്മൾ ഫുൾ ലോഡ് കോപ്പർ ലോസ് കണ്ടുപിടിച്ചു. ദെൻ വാട്ട് ഇസ് അയൺ ലോസ്? ഇറ്റ്സ് ഓൾറെഡി 2 kW. അതിൽ ചേഞ്ച് ഇല്ല. അതിൽ ചേഞ്ച് ഉണ്ടോ? അതിൽ ചേഞ്ച് ഇല്ല. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പാടില്ലേ? ടോട്ടൽ ലോസ് എന്തായിരിക്കും? ടോട്ടൽ loss is equal to x² PC plus PI, which is
3.55 kW plus 2 kW, that is 5.55 kW. Total loss ആയി. Output എത്രയാ? Efficiency, output by input. Output എത്രയാ? Output is equal to total rating VI into cos phi ചെയ്യണം. VI എന്ന് പറയുന്നത് total rating 400 ആണ് മെഷീൻ into 0.71 പവർ ഫാക്ടർ. അപ്പോൾ 284 kW ലോസ് തന്നിട്ടുണ്ട്. സോ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 284 ഡിവൈഡഡ് ബൈ 284 പ്ലസ് ലോസ് എത്ര? 5.55. കിട്ടിയോ? 98%. അപ്പോൾ അറ്റ് ദ ഫുൾ ലോഡിൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന ന്യൂമറിക്കൽസും അതിന്റെ ഡെറിവേഷനും ആണ് ഈ വീഡിയോയിൽ ചെയ്തത്. ഇതിന്റെ 2-3 ന്യൂമറിക്കൽസും കൂടി ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ KVA റേറ്റിംഗ്, KW റേറ്റിംഗ് ആ ചേഞ്ച് ഉണ്ടായിരുന്നു. KW തന്നപ്പോൾ KVA ആക്കി, KVAനെ പിന്നെയും KW ആക്കി, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ക്വസ്റ്റ്യനിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കോമെൻറ്റ് ചെയ്താൽ ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെസ്സേജ് ഇട്ടാലും നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തരുന്നതാണ്. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.